തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 13-ാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ടെന്നും നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മേയർ മാത്രമാണ് ഇതിനു പിന്നിലെന്ന് കരുതുന്നില്ലെന്നും വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ട് വെട്ടിയതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇത്ര നഗ്നമായ നടപടി ഉണ്ടാകില്ല. നഗരസഭ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്തു പറഞ്ഞാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്നും മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടെന്ന സംശയമുണ്ടെന്നും കെ മുരളീധരൻ ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ വൈഷ്ണവിയുടെ പേര് ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു. വോട്ട് നീക്കിയ നടപടി റദ്ദാക്കിയിട്ടുണ്ട്. കോർപ്പറേഷൻ ERA ചട്ടം ലംഘിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു. വൈഷ്ണവ് നൽകിയ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലെന്നും വൈഷ്ണയെ കേൾക്കാതെ എടുത്ത നടപടി നീതീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ UDF വൈഷ്ണയെ അവതരിപ്പിച്ചത്. എന്നാൽ കള്ളവോട്ട് ചേർത്ത് എന്നാരോപിച്ച് CPM പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്.